الله عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൽബിയത്ത് എന്നത് സത്യത്തിൽ ഒരു ആത്മീയമായ വിളി കേൾക്കലാണ്. നാം ആദരിക്കുന്ന നമ്മുടെ ഉപ്പ, നാം സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മ നമ്മെ വിളിച്ചാൽ നാം എത്രത്തോളം സ്നേഹത്തോടെ ആ വിളിക്ക് ഉത്തരം നൽകുമോ, അല്ലെങ്കിൽ നാം സ്നേഹിക്കുന്ന നമ്മുടെ ഉസ്താദ് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മെ ഒന്ന് വിളിച്ചാൽ എത്ര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ആ വിളിക്ക് ഉത്തരം നൽകുമോ, ആ രൂപത്തിലുള്ള ഒരു വിളിക്ക് ഉത്തരം നൽകലാണ്. നാമൊക്കെ ജനിക്കുന്നതിന് മുന്നേ ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു നമ്മെ വിളിച്ച ഒരു ക്ഷണമാണ് ഹജ്ജിന് വരൂ എന്നത്. അതിനുള്ള ഒരു ഉത്തരമാണ്. എല്ലാം മറന്ന് പ്രത്യേക വേഷത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്കുള്ള ഒരു യാത്ര. അതാണ് ലബ്ബൈക്കയുടെ താല്പര്യം. എല്ലാം മറന്ന് മഹ്ശറിലേക്ക് പോകുന്നത് പോലെ അള്ളാഹുവിലേക്കുള്ളൊരു യാത്ര. അത് വളരെ അർത്ഥവത്താണ്. അതിലേറെ ഒരു സമർപ്പണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഉമ്മ നമ്മെ വിളിക്കുമ്പോൾ ഒരു അനുസരണയുള്ള മോനാണെങ്കിൽ മോളാണെങ്കിൽ എത്ര സ്നേഹത്തോടെ ആ ഉമ്മാൻ്റെ വിളി, അതെന്തിനു വിളിച്ചാലും നമ്മൾ ഉത്തരം ചെയ്ത് ഉമ്മാൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഉപ്പ വിളിച്ചാൽ ആ ഉപ്പാൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുന്നത് പോലെ നമ്മെ സൃഷ്ടിച്ച രാജാതിരാജനായ അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ള ഒരു ഓട്ടമാണ് ലബ്ബൈക്കയുടെ താല്പര്യം. അപ്പോൾ നമ്മൾ ഹജ്ജിന് ഇഹ്റാം ചെയ്താലുള്ള തൽബിയത്ത് നമുക്ക് നോക്കാം, അതിൻ്റെ അർത്ഥം എന്താണെന്ന്. ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ, അള്ളാഹുവെ പരിശുദ്ധ ഹജ്ജ് കൊണ്ട് ഞാൻ നിനക്ക് ഉത്തരം ചെയ്യുന്നു. അള്ളാഹുവെ പരിശുദ്ധ ഹജ്ജ് കർമ്മം കൊണ്ടിതാ ഞാൻ നിന്റെ വിളിക്കുത്തരം നൽകുന്നു. ലബ്ബൈക, നിനക്ക് ഞാൻ വീണ്ടും ഉത്തരം ചെയ്യുന്നു. ഒരിക്കൽ മാത്രമല്ല, വീണ്ടും ഉത്തരം ചെയ്യുന്നു. അതാ ഒരു അമ്മ അങ്ങക്ക് എന്താ വേണ്ടതെന്ന് പറയില്ല നമ്മൾ, ആ ഒരു ഉത്തരം. ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് ഞാൻ വീണ്ടും വീണ്ടും ഉത്തരം ചെയ്യുന്നു. അള്ളാഹുവെ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നീ ഏകനാണ്. നീ കുൽ ഹുവല്ലാഹു അഹദ് എന്നതിൻ്റെ ഉടമസ്ഥനാണ്. നിനക്ക് സന്താനങ്ങളില്ല, നിനക്ക് ഉമ്മയില്ല, ഉപ്പയില്ല, നീ ഏകനാണ്. ലബ്ബൈക്, നിനക്ക് ഞാൻ ആവർത്തിച്ച് ഉത്തരം നൽകുന്നു. എന്താണ് ഉമ്മ നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞോളൂ എന്ന് നമ്മൾ പറയുന്നില്ല എന്നതുപോലെ നിനക്ക് ഞാൻ ആവർത്തിച്ച് ഉത്തരം ചെയ്യുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക്, തീർച്ചയായും സകല സ്തുതിയും അതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുടമപ്പെട്ടതാണ്. ലോകത്ത് നന്ദി ചെയ്യാൻ അർഹതപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അത് നീ മാത്രമാണ് അല്ലാഹ്. കാരണം എന്നെ ഈ ലോകത്തേക്ക് ജനിപ്പിച്ചതും എനിക്കെല്ലാം തന്നതും എനിക്ക് പരിശുദ്ധ ഇസ്ലാം തന്നതും ഇന്നിപ്പോൾ ഇതാ ഈ പരിശുദ്ധ കഅബാലയത്തിലേക്ക് എത്താനുള്ള തൗഫീക്ക് തന്നതും നീയാണ് അല്ലാഹ്. അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നവൻ നീയാണ്. മാത്രമല്ല വന്നിഅമത ലക്, സകല അനുഗ്രഹങ്ങളും നിനക്കുള്ളതാണ്, അല്ലെങ്കിൽ നിന്റെ ഉടമപ്പെട്ടതാകുന്നു, നിനക്ക് ഉടമപ്പെട്ടതാകുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ഉടമപ്പെട്ടതാകുന്നു. എന്തൊക്കെ നിയമത്ത് കിട്ടിയിട്ടും അതൊക്കെ നിന്റേതാണ്. ആ ഒരു സമ്മതിച്ച് പറയൽ, അതിൽ നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു വകയുമില്ല. അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അവൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടിയതാണെന്ന സമ്മതിച്ച് പറയലാണ് അത്. ഇന്നൽ ഹംദ, തീർച്ചയായും എല്ലാ സ്തുതിയും നിനക്കാണ്. വന്നിഅമത ലക്, അതുപോലെ സകല അനുഗ്രഹവും നിനക്ക് ഉടമപ്പെട്ടതാകുന്നു. വൽ മുൽക്ക്, എല്ലാ അധികാരവും നിനക്ക് ഉടമപ്പെട്ടത് തന്നെ. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ല, എല്ലാ നാട്ടുകാരും പല രാജാക്കന്മാരുടെയും പല മന്ത്രിമാരുടെയും പല പ്രധാനമന്ത്രിമാരുടെയും പല പ്രസിഡന്റുമാരുടെയും ഒക്കെ കീഴിൽ ജീവിച്ച ആളുകൾ ഇവിടെ എത്തുമ്പോൾ സർവാധിരാജനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇത് നമ്മെ മഹ്ശറയെ ഓർമ്മിപ്പിക്കണം. അന്ന് അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമല്ലേ ഉള്ളൂ. ആ ഒരു ഓർമ്മപ്പെടുത്തൽ, എല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, മറ്റാർക്കും അധികാരമില്ലാത്തതുപോലത്തെ ഒരു ആത്മീയാനുഭൂതി നമുക്ക് അവിടെ കിട്ടും. അതാണ് വൽ മുൽക്ക്, എല്ലാ അധികാരവും നിനക്ക് ഉടമപ്പെട്ടതാകുന്നു. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരനും ഇല്ല തന്നെ. അള്ളാഹുവിന് ശരീക്കില്ല, ഇബാദത്ത് ചെയ്യാൻ അർഹതപ്പെട്ടവൻ വേറൊരാളില്ല എന്ന ആ ഒരു സമർപ്പണം, അല്ലെങ്കിൽ ആ ഒരു ഉറച്ച വിശ്വാസം, അത് നമുക്ക് ഹജ്ജിലൂടെ കിട്ടുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ്.
അതാണ് ലാ ശരീക ലക് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ തൽബിയത്തെമ്പാടും ചൊല്ലാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടാത്തവർക്കും അതിന് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഹാജിമാർക്കൊക്കെ അല്ലാഹു ഭംഗിയായി ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ.